യെസ് പറയൂ. സർ, ഞാൻ വരുന്നത് ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ടാണ്. സർ കേട്ടോന്ന് അറിയില്ല, കാരണം ഞാൻ തന്നെ ഇന്നാണ് കണ്ടത്. അപ്പോ ഇത് തിങ്കളാഴ്ച അയോധ്യ രാം മന്ദിറിൽ ഒരു ഡ്രോൺ ആക്രമണം ഉണ്ടായതിനുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ട്. അപ്പോ അതെന്താ പറ്റിയെച്ചാല് ഗേറ്റ് നമ്പർ 3യുടെ മുകളില് കൂടെ ഈ ഡ്രോണ് പറഞ്ഞെത്തുന്നു. അപ്പൊ ഇപ്പൊ കുംഭമേള കാരണം ഓൾറെഡി ഭയങ്കര തിരക്കാണല്ലോ രാം മന്ദിറില്. അപ്പൊ എല്ലാവരും ഇതൊക്കെ നോക്കി ഒക്കെ നിൽക്കണു. പക്ഷെ തൽക്കാലം ഓടലും തള്ളലും ഒന്നും നടന്നിട്ടില്ല. പിന്നെ ഇത് ആ ഏരിയ ആക്ച്വലി ഡ്രോൺസ് ബാൻഡ് ആണ്. ഡ്രോൺ പറക്കാൻ അലൗഡ് അല്ല. അപ്പോ ആന്റി ഡ്രോൺ സിസ്റ്റം ഉപയോഗിച്ചിട്ട് യോഗിജിയുടെ പോലീസ് അത് പൊട്ടിച്ച് പീസാക്കി ജനങ്ങളുടെ പുറത്ത് വീഴാതെ നോക്കി രക്ഷപ്പെടുത്തി. അപ്പോ ഇത് അന്വേഷണം ഉടനെ തന്നെ അവർ തുടങ്ങി. ഓൾറെഡി സാറിന് അറിയാം, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഓൾറെഡി ഉണ്ട്. മറ്റേ നേരത്തെ നടന്ന ആൾക്കൂട്ട മരണത്തിനെ പറ്റിയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്. അപ്പോ അവര് ആ അന്വേഷണം നടത്തുന്നതിന്റെ ഭാഗമായിട്ട് ഇതിന്റെ മാസ്റ്റർ മൈൻഡിനെ ആക്ച്വലി അവർ കണ്ടെത്തി. ഇത് ഹരിയാനക്കാരനാണ്, ഒരു ഗുരുഗ്രാം ആളാണ്. പക്ഷെ കൂടുതൽ വിവരങ്ങളൊന്നും അവർ പുറത്തു വിടുന്നില്ല. കാരണം ഈ പറഞ്ഞ പോലെ അതിൽ അയാൾക്ക് പങ്കാളികളും സപ്പോർട്ടേഴ്സും ഒക്കെ ആരൊക്കെയാന്നുള്ളത് കണ്ടെത്താണ്. പിന്നെ ഉത്തർപ്രദേശിലുള്ള ആ ഡ്രോണ് നടത്തിയ ആളുണ്ടല്ലോ, മാസ്റ്റർ മൈൻഡിനെയാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഡ്രോൺ ആക്ച്വലി ഡ്രോൺ പൈലറ്റിനെ കണ്ടെത്തിയിട്ടില്ല. അപ്പൊ അതിന്റെ അന്വേഷണങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ ന്യൂസ് വരുമ്പോ അവസാനം ടിവിയിലൊക്കെ കാണിക്കുന്നത് ജയ് ശ്രീറാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആൾക്കാർ ആഹ്ലാദത്തിലാണ്. ഇങ്ങനെ വലിയൊരു ഗൂഢാലോചന എന്താ പറയാ നിഷ്ക്രിയമാക്കാൻ പറ്റിയല്ലോ. പക്ഷെ ശരിക്കും വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമല്ലേ സർ? ശരിക്കും അത് യോഗിയുടെ പോലീസ് ആയതുകൊണ്ട് അത് സീരിയസ് ആയിട്ട് എടുക്കുമെന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുന്നു. സാമാന്യ ബുദ്ധിക്ക് നമുക്കറിയാം. കുംഭമേളയിൽ നടന്ന ഈ സ്റ്റാമ്പീഡ്, it was an organized thing. Delhi platform railway station, it was designed and organized. Lot of trains, third train accident, Yasuti track, it is all organized. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ഒരു ഓഡിയോ പ്രചരിച്ചിരുന്നു, ഒരു മുസ്ലിമിന്റെ ഓഡിയോ. അയാൾ ചോദിക്കുന്നുണ്ട്, ഇടാ തൃശ്ശൂർ പൂരത്തിലേക്ക് വണ്ടി ഇടിച്ച് കയറ്റ എന്താ നിനക്ക് പ്രയാസം? ശബരിമലയ്ക്ക് പോകുന്ന ഒരാളുടെ കുടിവെള്ളത്തിന് വിഷം കലർത്ത് മാസ് മർഡർ വന്നാലേ ഹിന്ദുക്കൾ പഠിക്കുള്ളൂ. അതായത് ഇതുകൊണ്ടൊക്കെ എന്താ കാര്യം? അപ്പൊ അത് കൂടാതെ ഒരാൾ ഇമെയിൽ അയക്കുകയോ മറ്റോ ചെയ്തു, വിഷം കലർത്തിയിട്ടുണ്ട്. ഈ ഇമെയിൽ കൊണ്ടുപോയി ഈ പാവം പോലീസുകാരെ കാണിച്ചു. സാറേ ഇങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ അവർ പ്ലാൻ ചെയ്തു. പോലീസുകാർ ഇയാളെ അറസ്റ്റ് ചെയ്ത സംഭ്രാന്തി പരത്താൻ ശ്രമിച്ചു. അയാളെ സംഭ്രാന്തി ഒന്നും പരത്തിയില്ല. ഇങ്ങനൊരു അപകടമുണ്ട്, മെയിൽ വന്നിരിക്കുന്നു പറഞ്ഞിട്ട് ഏമാനെ കാണിക്കാൻ കൊണ്ടുവന്നതാണ്. നിനക്കല്ലേ ഇമെയിൽ വന്നു? അതെ. അപ്പൊ നീ അകത്ത് കിടക്കും. അല്ല, ഇപ്പൊ ഇമെയിൽ അയച്ചവനോ അവൻ മഹാൻ, അവന് ഞങ്ങൾ മാലയിടും, നീ അകത്ത് കിടക്കും. അത് അങ്ങനെയാണ്. ഇപ്പൊ അടുത്ത് തൃശ്ശൂരാണ് സംഭവം. ബംഗ്ലാദേശില് വ്യാപകമായിട്ട് ഹിന്ദുക്കൾ കൊല്ലപ്പെടുന്നു. ഈ സ്ഥിതി കേരളത്തിൽ വരാതെ നോക്കണം, ജാഗരൂകരായിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അയാളുടെ പേരിൽ കേസ്. അയാളുടെ സ്ഥലത്തില്ല, അയാൾ വിദേശത്താണ്. ഇന്ന് രാത്രി അയാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഇങ്ങനെയാണ് എന്റെ പേരിൽ കേസ്, ഞാൻ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം, ജാഗരൂകരായിരിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ പേരിൽ കേസ്. അയാളുടെ FIR ഞാൻ വാട്സാപ്പിൽ അയച്ചിട്ട് ഞാൻ എടുത്തു നോക്കി കഴിഞ്ഞപ്പോ മതസ്പർദ്ധ നടത്താൻ തീരുമാനിച്ചു. എന്ത് ചെയ്യും? മതസ്പർദ്ധ നടത്തുന്നത് എന്താ ഇതിനകത്തുള്ളത്? ബംഗ്ലാദേശിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നു. ഇയാളാണെങ്കിൽ വിദേശത്തുമാണ്. അപ്പൊ അയാൾ ഫേസ്ബുക്കിൽ എഴുതി, നിങ്ങളൊക്കെ വളരെ സൂക്ഷിച്ചൊക്കെ ജീവിക്കണം കേട്ടോ, ജാഗ്രത വേണം. അത് മതസ്പർദ്ധ വളർത്തുന്നു. എന്നിട്ട് BNSന്റെ 192 വകുപ്പോ മറ്റോ ഇട്ടിട്ട് 3 മാസം തടവോ പിഴയോ രണ്ടും കൂടെയോ ലഭിക്കാവുന്ന കുറ്റമാണ് മതസ്പർദ്ധ വളർത്തൽ. ഇതാണ് നമ്മുടെ പോലീസ് ചെയ്യുന്ന കാര്യം. അപ്പൊ ഈ കള്ളനെ
കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ കള്ളനാക്കണ ഒരു കിട്ടിയവനൊന്നുമല്ല, ആരാണോ വിക്ടിം അവനെ ജയിലാക്കുക. എവരിവെയർ അങ്ങനെയാണ്, വിക്ടിമിനെ ജയിലാക്കുക. വാളയാർ കേസുകളുണ്ടല്ലേ, അവസാനം ആ അമ്മയാണ് ഇപ്പൊ കുറ്റക്കാരി, അമ്മയും അച്ഛനും കുറ്റക്കാരി. അതൊരു വൻ ചതിയായി പോയി. അങ്ങനെയാണ്. ദാറ്റ് ഈസ് ഹൗ കേരള പോലീസ് ബിഹേവ്സ്. ഈ കേരളത്തിലെ CBI എന്ന് പറഞ്ഞാൽ കേരള പോലീസാണ്, അത് വേറൊരു പകിട്ടാണ്, അല്ല ഒരു ചാപ്റ്ററാണ് CBI. They also behave like this. But അങ്ങനെയല്ല UP പോലീസിനെ ടാഗ് ചെയ്തിട്ട് ലക്ഷ്മി ഒരു പ്രശ്നം ചൂണ്ടിക്കാണിക്കുക, വിതിൻ 20 minutes they will take action. 20 മിനിറ്റാണ്. എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് സർ ആക്ച്വലി. ബട്ട് അതേസമയം ഫോഴ്സ് ആണ് നമ്മൾ കൊടുത്ത ഇൻഫർമേഷൻ എങ്കിൽ അവർ ആക്ഷൻ ഒന്നും എടുക്കില്ല. ബട്ട് ദേ വിൽ നോട്ട് ടേക്ക് യു സീരിയസ്ലി നെക്സ്റ്റ് ടൈം. എന്താ അവരുടെ സോഫ്റ്റ്വെയർ എന്ന് എനിക്കറിയില്ല. ഒരു തെറ്റായ കാര്യം, നടക്കാത്ത കാര്യം നടന്നു ഇതെന്നൊക്കെ പറഞ്ഞ് UP പോലീസിനെ ടാഗ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ നിങ്ങളെ അവർ ട്രസ്റ്റ് ചെയ്യുന്നവരുടെ ലിസ്റ്റിൽ നിന്നാണ് മാറ്റി. ആ ഒരു ഡേഞ്ചറുണ്ട്. സോ വെൻ യു ലോഡ്ജ് എ കംപ്ലൈന്റ്, ബി സീരിയസ്. അവർക്ക് ലക്ഷ്മിയുടെ ഐഡന്റിറ്റി പോലും അറിയണ്ട. സപ്പോസ് യു മേ ബി ട്വീറ്റിംഗ് ഫ്രം എ അനോണിമസ് നെയിം, സ്റ്റിൽ ദേ വിൽ ടേക്ക് ഇറ്റ് സീരിയസ്ലി. ബട്ട് ഡോണ്ട് ഗിവ് ദം ഫോൾസ് ഇൻഫർമേഷൻ. ഒരിക്കൽ ഫോൾസ് ആണെന്ന് ഒരിക്കൽ അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ദേ വിൽ നോട്ട് റെസ്പോണ്ട് ടു യുവർ. പലപ്പോഴും അവർ റിപ്ലൈ അയക്കുക ഒന്നും ചെയ്യില്ല, ബട്ട് ഡെഫിനറ്റ്ലി ദേ വിൽ ടേക്ക് ആക്ഷൻ. അത്രയ്ക്ക് ബ്രൂസപ്പ് ചെയ്തിരിക്കുകയാണ് UP പോലീസ്. ഭീതി പരത്തുന്ന വിഷയങ്ങളിലും അവര് തന്നെ നമുക്ക് ഫാക്ട് ചെക്ക് ആയിട്ട് ഇട്ടു തരും. നമ്മള് ഇങ്ങനെ ഒരു ഇത് കേൾക്കുന്നുണ്ട്, ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചോ എന്ന് നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് റിപ്ലൈയും അവർ തരുന്നുണ്ട്. അതേസമയം നമ്മുടെ ഇവിടെ ട്രെയിൻ കത്തിക്കാൻ നോക്കിയിട്ട് പോലും സർ ഒരു ആക്ഷൻ അത് കഴിഞ്ഞിട്ട് കേട്ടിട്ടില്ലല്ലോ. അപ്പൊ ജനങ്ങൾ ശരിക്കും ഒരു ഹൈ അലേർട്ടിൽ നിൽക്കേണ്ട ഒരു സമയം. നമ്മളുടെ പോലീസിന് ട്വിറ്റർ ഉണ്ടെന്ന് പോലും അറിയില്ല. സത്യം, ഞാന് ട്വീറ്റ് ചെയ്തു എറണാകുളത്തെ ചില മാഫിയ ഓപ്പറേഷൻസ്. അപ്പോൾ മലയാളികൾ പൊതുവെ ട്വിറ്ററിൽ കുറവാണ്. എൻ്റെ ട്വീറ്റിന്റെ ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഫേസ്ബുക്കിൽ കൊണ്ടുപോയി എന്നിട്ടാണ് ചർച്ചയും ബഹളവും തെരുവിളിയും എല്ലാം നടക്കുന്നത്. അതുപോലെ ഈ ട്വീറ്റ് എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ എല്ലാ പോലീസുകാർക്കും ഫേസ്ബുക്ക് ഉണ്ട്. ഇത് കണ്ടിട്ട് ഇങ്ങനെ എന്നെ വിളിച്ചു, ഇവിടുത്തെ ഒരു പോലീസുകാരൻ വിളിച്ചു, എന്തായാലും സംഭവം. ഞാൻ പറഞ്ഞു എനിക്കറിയാവുന്ന വിവരമാണ്, ഞാൻ എഴുതി. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാമോ? ഞാൻ പറഞ്ഞു കൂടുതൽ വിവരങ്ങൾ മറ്റുള്ളവർക്ക് അറിയാം. അതിന്റെ താഴെയുള്ള കമന്റ്സ് വായിച്ച് നോക്കിയാൽ യു വിൽ ഗെറ്റ് മോർ ഡീറ്റെയിൽ. അപ്പോൾ അയാൾ പറഞ്ഞു ആ കമന്റ്സ് വായിക്കുന്നതിന് അത് ഫേസ്ബുക്കിലൊന്നും കാണുന്നില്ല. ഞാൻ പറഞ്ഞു ഫേസ്ബുക്ക് അല്ല, യു ഹാവ് ടു ഗോ ടു ദ ട്വിറ്റർ ആൻഡ് സീ ദ കമന്റ്സ് ബിലോ മൈ ട്വീറ്റ്. അയാൾക്ക് ട്വിറ്റർ ഇല്ല. ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, DYSPയോട് പറയുക, സാർ ഇങ്ങനെ ചോദിച്ചു മോഹൻദാസിനോട്, ഇന്ന് ഉത്തരം തന്നു. ഹി വിൽ ടെൽ യു വാട്ട് ഈസ് ട്വിറ്റർ. പിന്നെ എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല, പിന്നെ കോൺടാക്ട് ഒന്നും ഉണ്ടായില്ല. ഈ DYSPക്ക് ട്വിറ്റർ ഉണ്ടോ എനിക്കറിയില്ല. സ്റ്റേറ്റ് പോലീസ് ചീഫിന് ഒരു ട്വിറ്റർ ഹാൻഡിൽ ഉണ്ട്. നോ യൂസ് ട്വീറ്റിംഗ്. അദ്ദേഹം ട്വീറ്റ് ചെയ്യാറില്ല, നമ്മൾ ട്വീറ്റ് ചെയ്താൽ മറുപടി ഉണ്ടാവില്ല, ആക്ഷൻ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ബട്ട് ഫേസ്ബുക്ക് പിന്നെ ഈ കളക്ടർമാർക്കൊക്കെ ഫേസ്ബുക്ക് ഒക്കെ ഉണ്ട്. കേരളത്തിൽ ഫേസ്ബുക്ക് ആണ് ഏറ്റവും കൂടുതൽ. You know what a foolish thing to do. ഈ പ്രശാന്ത് ബ്രോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ വിപ്ലവകാരിയായ അദ്ദേഹം ഭരണഘടനയൊക്കെ പൊക്കി പിടിച്ചാണ് എന്തോ സർവത്ര ഇദ്ദേഹം ഫേസ്ബുക്കിൽ എന്തെങ്കിലും എഴുതി, ഫേസ്ബുക്കുകാര് അവൻ ഡിലീറ്റ് ചെയ്തു. ഇങ്ങനെ എന്ത് ചെയ്യാൻ? He's an IAS officer. What can he do? പക്ഷെ സർ ഡാർലിംഗ് ഓഫ് FB ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ആ പേടി ഉണ്ടാവില്ലല്ലോ. അല്ല, പേടിയില്ല ഞാൻ പറയുന്നത്. ഇറ്റ്സ് നോട്ട് എ റെക്കോർഡ്. ഫേസ്ബുക്ക് പോസ്റ്റ് ഇസ് നോട്ട് എ റെക്കോർഡ്. ഞാൻ പറയാം, ഈ ഒഫീഷ്യൽ റെക്കോർഡ്സ് ആക്ട് എന്നാണ് അതിന്റെ പേര് എന്ന് എനിക്ക് തോന്നുന്നു. അത് ദാറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു ഓൾ ദീസ് IAS people. They should not communicate through other mediums.
they have to use speed post, not the DTDC or some other courier. The courier, government officers, government communication has to go invariably through speed post. പിന്നെ ഇമെയിൽ, അവിടെ NIC നെറ്റ്വർക്ക് ഉണ്ട്, അതിലെ ഇമെയിൽ പാടുള്ളൂ. അല്ലാതെ ഇപ്പൊ എല്ലാ IASകാർക്കും ജിമെയിലുണ്ട്. ഈ ജിമെയിൽ നമ്മൾ എടുക്കുമ്പോൾ അതിന് കണ്ടീഷൻ ഇല്ലേ, they can manipulate your Gmail, they can prevent sending it, whatever they can do. So ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ കമ്മ്യൂണിക്കേഷൻ തടയാൻ ഒരു അമേരിക്കൻ കമ്പനിക്ക് അധികാരം കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് ആ IAS പ്രശാന്ത് പറയുന്നത് ഞാൻ വിപ്ലവകാരിയാണ്, രണ്ട് കൈയിൽ പാളൊക്കെ എടുത്തിട്ട്. No, the whole communication is being monitored and manipulated by somebody sitting in America. But anyway, that is not our subject. He is a gentleman, let him win now through social media war. I wish him best. പക്ഷെ സർ, ഈ സൈബർ ത്രെറ്റും ഫിസിക്കൽ ത്രെറ്റും ഇത് രണ്ടും ജെന്യുവൻ ആയിട്ടുള്ള കേസാണ്. ഈ ട്രെയിനിനോട് റിലേറ്റഡ് ആയിട്ടും ആൾക്കൂട്ട മരണങ്ങൾ ആസൂത്രണം ചെയ്യുന്ന പദ്ധതികളായിട്ടും വരുന്നത് വളരെ ജെന്യുവൻ ആയിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ബിക്കോസ് ഇതിപ്പോ ഞാൻ വേറെ വീഡിയോസും കണ്ടിട്ടുണ്ട്, ട്രെയിന് അടിച്ചു പൊളിച്ച് തന്നെ, അതായത് അവിടേക്ക് പോകുന്ന ട്രെയിൻ തന്നെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത്. നമ്മള് ഇന്ത്യൻ എയർഫോഴ്സ്, they through DRDO and Hindustan Aeronautics Limited, they started purchasing drones, Indian company. ആകെ നമ്മുടെ മിലിറ്ററിയുടെ ഒരു കണ്ടീഷൻ, ഒരു ചൈനീസ് കമ്പോണന്റും ഡ്രോണിൽ ഉണ്ടാവാൻ പാടില്ല. ബിക്കോസ് നമ്മൾ ചൈന പ്രൂഫ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ എക്യുപ്മെന്റ് എല്ലാം. ചൈനയിൽ നിന്ന് ഒരു നട്ടോ ബോൾട്ടോ പോലും പാടില്ല. ബിക്കോസ് എവറിഥിങ് ക്യാൻ ബി മാനിപ്പുലേറ്റഡ് ബൈ ചൈന. സോ അപ്പോൾ ഡ്രോണിന് മിലിറ്ററി ഒരു കണ്ടീഷൻ വെച്ചു. ഡ്രോണിന്റെ ബാക്കി സ്പെസിഫിക്കേഷൻ ഒക്കെ DRDO HAL ഒക്കെ തീരുമാനിക്കട്ടെ. ഞങ്ങളുടെ കണ്ടീഷൻ എന്തുകൊണ്ട് ചൈനയുടെ ഒരു സാധനം പാടില്ല. അതിൽ 4000 ഡ്രോൺസ് ഓർഡർ ക്യാൻസൽ ചെയ്ത് മിലിറ്ററി കഴിഞ്ഞ ആഴ്ച, ഹാവിങ് ചൈനീസ് കമ്പോണൻസ്, ഇലക്ട്രോണിക് കമ്പോണൻസ്. നമ്മുടെ നാട്ടിലെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിക്കാർ കാണിച്ച് തെരഞ്ഞെടുക്കണം. അവരിത് ചൈനയിൽ നിന്ന് എല്ലാം ഇന്ത്യയിൽ നിന്നാണ് വാങ്ങിച്ചത്, ഇന്ന സ്ഥലത്ത് നിന്ന് വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞ് സർട്ടിഫൈ ചെയ്തു. ബട്ട് മിലിറ്ററി ഇത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ചൈന, ഈ സാധനം ഈ നമ്പർ ചൈനയുടെ ആണല്ലോ, അവർ പൊട്ടന്മാരല്ല. അപ്പൊ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ സാധനം 4000 ഡ്രോൺസ്. അപ്പൊ രാഹുൽ ഗാന്ധി പറഞ്ഞതിൽ ചെറിയ സത്യം ഉണ്ടെന്നാണ് പറയുന്നത് നമ്മുടെ ഡ്രോൺ. ബിക്കോസ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി പറഞ്ഞത് ചൈനീസ് ഡ്രോൺസ് ആണ് ശരിക്കും പവർഫുൾ ആയിട്ടുള്ള ഡ്രോൺസ് സെക്ടർ. നമ്മുടെ സെക്ടറൊന്നും, നമ്മുടെ ഡ്രോൺസ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനീസ് ഒന്നും എല്ലാം ഈ പറഞ്ഞ പോലെ എല്ലാം ഇമ്പോർട്ടഡ് പാർട്സ് അസംബിൾ ചെയ്യുന്നവർ മാത്രമേ ഉള്ളൂ എന്ന്. അതിന്റെ എതിരെ ഡ്രോൺസ് മാനുഫാക്ചറിംഗ് ഓർഗനൈസേഷന്റെ അസോസിയേഷൻ വന്ന് പറഞ്ഞു ദാറ്റ് അത് സത്യമല്ല. സാർ പറഞ്ഞ പോലെ DRDOന്റെയും അങ്ങനെ ഒരു 4 കമ്പനീസ് ഉണ്ട് ഫുൾ പ്രൊഡക്ട്സ് അവര് ഇന്ത്യൻസ് തന്നെ ചെയ്യുന്നത്. അപ്പൊ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഈ കാര്യത്തിൽ ഡ്രോൺസിന്റെ സ്മാർട്ട്നെസിന്റെ കാര്യത്തിൽ നമ്മൾ ചൈനയേക്കാൾ പുറകിലാണ്. ഈ പുറകിലാണ് എന്നുള്ളത് ഒരു മോശം കാര്യമായിട്ട് രാജ്യത്തിന് നാണക്കേടുണ്ടാകുന്ന രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യുന്നുള്ളതാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്ന കുറ്റം. അല്ലാതെ സീരിയസ് കൺസേൺ ആയിട്ടല്ല രാഹുൽ ഗാന്ധി അത് പറയുന്നത്, കളിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുക. അതൊരു പ്രശ്നമാണ്. എനിക്ക് ആരോഗ്യം കുറവാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ആരോഗ്യം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻപുട്ട് ആയിട്ടാണ്. മൈ ഹെൽത്ത് ഹാസ് ഗോൺ ഡൗൺ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇറ്റ്സ് ആൻ ഇൻപുട്ട്. Why I am using, for what purpose I am using that input? To increase my health. അതല്ലാതെ ഡിക്രീസ് ആണെങ്കിലോ എന്താ ഇനി കൂടാ എന്ന് പറയും. ഇതാണ് അതിന്റെ നരേഷനാണ് പ്രശ്നം. അതല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പറഞ്ഞതിനകത്ത് കുറച്ച് സത്യവും. ബട്ട് ദ വേ യു നരേറ്റഡ് ഇറ്റ്, യു ആർ റിഡിക്യൂളിംഗ് യുവർ ഓൺ കൺട്രി. അത് ചെയ്യാൻ പാടില്ല. അതിന് പകരം രാഹുൽ ഗാന്ധി പറഞ്ഞു ഇനി എന്ന പ്രശ്നങ്ങളൊക്കെ നോക്കിയില്ലേ, I will also cooperate.
സെപ്പറേറ്റ് നമുക്ക് ഏറ്റവും ഇല്ലാതെ ബാക്കി കോൺഗ്രസ് BJP ഒക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് നമ്മുടെ സ്വന്തം ഡ്രോൺ വേണം. ഞാൻ ഇന്നലെ ഇന്നത് കണ്ടു, ദാറ്റ് വാസ് ഫാന്റാസ്റ്റിക്. ഞാൻ അയാളോട് ചോദിച്ചു, അയാൾ 100% ഇന്ത്യയിൽ ഡൽഹിയിൽ ഉണ്ടാക്കിയതാണ്. സാറിന് ഇപ്പോഴും അങ്ങനത്തെ പ്രതീക്ഷയൊക്കെ ഉണ്ടോ രാഹുൽ ഗാന്ധിയുടെ അടുത്ത്? എനിക്ക് ഞാൻ പ്രതീക്ഷിച്ചിട്ടല്ല പറയുന്നത്. If this was the way he narrated the story, then everybody would have been appreciating. അതിന് പകരം മോദിജി आपके पास क्या है? कुछ नहीं है आपके पास, सब चाइना के पास है. ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ that is ridiculous in the country. Apparently അദ്ദേഹം മോദിയാണ് ridiculous ചെയ്യുന്നത്, but through that he is aiming at the nation, which was bad. Otherwise ടെക്നോളജിക്കലി നമ്മളെക്കാൾ അഡ്വാൻസ്ഡ് ആണ് ചൈന പല കാര്യങ്ങളിലും. 5th generation എയർക്രാഫ്റ്റ് ഫൈറ്റർ ഇപ്പോഴും നമ്മൾ സംശയിച്ച് നിൽക്കില്ല, F-35 ആണോ Su-57 ആണോ, we don't have. നമ്മളുടെ ഹിന്ദുസ്ഥാനിന്റെ ആംക ഇന്ന് എത്തിയിട്ടില്ല, ബട്ട് ചൈന ഹാസ് ഓൾറെഡി ഡെവലപ്ഡ് 5th generation J-20. അത് കഴിഞ്ഞ് 6th generation J-35 they have demonstrated. They are going to give it to Pakistan J-20 5th generation. 2 വർഷത്തിനകം പാകിസ്ഥാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. They have capacity. We are not underestimating China, but not at the cost of our pride. We are struggling. We have capability. It's not that China നമ്മളെ വിഴുങ്ങിക്കളയുന്നു, അതുകൊണ്ടല്ലേ ചൈന നമ്മളെ ചൊറിയാത്തത്. സപ്പോസ് ചൈന ഇത്ര വലിയ സാധനമായിരുന്നെങ്കിൽ നമ്മളെ ചൊറിയാൻ വരുമായിരുന്നില്ല, ചെയ്തില്ല. 2020 ഡോക്ല മെഷീൻ ഉണ്ടായി. ആ 2020 സ്റ്റാറ്റസിലേക്ക് തിരിച്ചു പോകാൻ ചൈന സമ്മതിക്കുകയും ചെയ്തു. അത് ചെയ്തത് എന്തുകൊണ്ടാണ്? നമ്മളെക്കാൾ ഇത്ര ഫാർ സുപ്പീരിയർ ടെക്നോളജി ഒക്കെ ഉള്ള ആൾക്കാർ എന്തുകൊണ്ടാണ് ഞാൻ പഴയ സ്ഥലത്തേക്ക് മാറാന്ന് പറഞ്ഞത്? സോ ദേ നോ ഇന്ത്യ ഈസ് സംതിങ്. ഇപ്പൊ നമ്മളങ്ങനെ മോശം ആൾക്കാരൊന്നുമല്ല, ബട്ട് നമുക്ക് നമ്മുടേതായ ബ്യൂറോക്രസി, ലിഥാർജി ഇതൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ സഫർ ചെയ്യും. കമ്മിങ് ബാക്ക് ടു അവർ ഒറിജിനൽ പോയിന്റ്, ഇന്ത്യയിൽ ഒരു ബഹളം ഉണ്ടാക്കാൻ, ഒരു സ്റ്റാമ്പേഡ് ഉണ്ടാക്കാൻ ഒക്കെ വളരെ എളുപ്പമാണ്, വളരെ എളുപ്പം. പണ്ട് ഇത് തിരുനക്കര മൈതാനത്ത് ചെയ്യുന്നത്, കോട്ടയം തിരുനക്കര കാളയുണ്ട്. തിരുനക്കര വെറുതെ മൈതാനത്ത് കാള. ഈ കാളയുടെ വാലിൽ ഒരു മുട്ടുസൂചി കുത്തി കഴിഞ്ഞാൽ കാള ചുമ്മാ ഓടും. വേദന വാലിലായതുകൊണ്ട് കാളയ്ക്ക് ചെയ്യാനും വയ്യ, ഓടും കാള. സ്റ്റാമ്പേഡ് ഉത്സവത്തിന് സമയത്ത് that was a mischief at that time. പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് നമ്മളുടെ ശബരിമലയിൽ സ്റ്റാമ്പേഡ് ഉണ്ടായിരുന്നു. പുല്ലുമേട് ദുരന്തം 112 പേര് അത് മരിച്ചു, ചവിട്ടും തിരക്കും ഒക്കെ. ഇറ്റ്സ് എ വെരി ഡേഞ്ചറസ് തിങ്. സ്റ്റാമ്പേഡ് ഒരിക്കൽ തുടങ്ങിക്കഴിഞ്ഞാൽ യു ഹാവ് നോ കൺട്രോൾ ഓവർ ദാറ്റ്. ഒരു ഫോഴ്സ് വെച്ചും അതിനെ തടയാൻ പറ്റില്ല. സ്റ്റാമ്പേഡ് ഈസ് വൺ തിങ് വിച്ച് ഇസ് ടു ബി, അതൊരു വെപ്പണായിട്ട് തീവ്രവാദികൾ എപ്പോഴും ഉപയോഗിക്കും സ്റ്റാമ്പേഡ്. പലപ്പോഴും ഈ സ്റ്റാമ്പേഡ് നടക്കാതെ പോകുന്നത് ഈശ്വരാധീനം കൊണ്ടും ഒക്കെയാണ് നടക്കാതെ പോകുന്നത്. അപ്പൊ ജയശ്രീറാമിനൊരു കാര്യമുണ്ട്. തീർച്ചയായും.